ജീവഗീതം ഹൃദയോദ്ദീപകം ജീവദായകം ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ ജന്മതിരുനാളിനു വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേദിയിൽ ഈശോയുടെ വചനം ശ്രവിച്ചുകൊണ്ട് അവിടുത്തെ തിരുഹിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുത്തെ വചനത്തിന് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാൻ ഇതാ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ണി ഈശോയ്ക്ക് കടന്നു വരുവാൻ ഒരവസരമായി ഈ വചനവേദിയെ നമുക്കേവർക്കും സ്വീകരിക്കാം. എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുകി വന്ന ആ സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്മസ് യേശുവിൻ്റെ ജന്മതിരുനാൾ ദിനത്തിലാണ്. ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം ആഴത്തിൽ മനുഷ്യമക്കളോടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്രിസ്മസ് ദിനത്തിലാണ്. ഈശോയുടെ ജനനമാണ്. പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ മക്കളെ, ദൈവത്തിൽ നിന്നും സഹോദര സ്നേഹത്തിൽ നിന്നും അകന്നുപോയ മക്കളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ തൻ്റെ പ്രവാചകരിൽ കൂടി പല വ്യക്തികളിൽ കൂടി ദൈവത്തിൻ്റെ വചനം കൊടുത്ത് ദൈവം അവരിൽ കൂടി സംസാരിച്ച് തൻ്റെ വെളിപ്പെടുത്തലുകൾ പ്രവാചകരിൽ കൂടി നൽകിയിട്ടും അത് ശ്രവിക്കാതെ അതിനെ ധിക്കരിച്ചുകൊണ്ട് വീണ്ടും പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന മക്കളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവം എടുത്ത ഒരു തീരുമാനമാണ്, ദൈവം എടുത്ത ഒരു പദ്ധതിയാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നൽകി മനുഷ്യവംശത്തെ രക്ഷിക്കുക എന്നുള്ളത്. അതാണ് ക്രിസ്മസിൽ കൂടി നമ്മൾ അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം ആഴത്തിലുള്ളതാണ്, അതെത്രമാത്രം വർണ്ണിച്ചാലും മതിയാവുകയില്ല. കാരണം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യരുടെ ഇടയിൽ വസിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ക്രിസ്മസിൻ്റെ ഈ ഒരുക്കത്തിൻ്റെ അവസരങ്ങളിൽ നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് യേശുവിനെ പിറക്കുവാൻ വേണ്ടി, യേശുവിനെ ജനിക്കുവാൻ വേണ്ടി ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ്, ഞാനും എൻ്റെ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിന് എന്തെങ്കിലും വിള്ളലുണ്ടോ അത് തിരുത്തുവാനും ആ ബന്ധം ഉറപ്പിക്കുവാനും ആ സ്നേഹത്തിൽ ആഴപ്പെടുവാനുമുള്ള ഒരവസരമാണ് ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഒരുങ്ങേണ്ടത്. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ക്രിസ്മസിന് വേണ്ടി അടുത്തൊരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, ആരൊക്കെയാണോ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അവരെ കൂടി നമ്മളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുമ്പോഴാണ് ക്രിസ്മസ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് പൊന്നുണ്ണി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പിറക്കുവാൻ നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ, എത്രയോ വലിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ,
പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, പൂർവ്വ ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫിനെ പാപം ചെയ്യുവാൻ വേണ്ടി ഫൊത്തിഫാറിൻ്റെ ഭാര്യയെ ക്ഷണിക്കുമ്പോൾ ജോസഫ് ഒരു വാക്ക് പറയുന്നുണ്ട് അവളോട്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിനെതിരായിട്ട് ഒരു പാപം പോലും ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്ന്. അതെ, നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പാപം ചെയ്ത് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരവസരമാണ്. പാപത്തെയും പാപസാഹചര്യത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്മസിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിബന്ധത്തെ, ദൈവവുമായുള്ള ബന്ധത്തെ അടുപ്പിക്കുവാനുള്ള, ഒരുക്കുവാനുള്ള അവസരമാണ് ക്രിസ്മസ്. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, 4-ാം അധ്യായം 28-ാം വാക്യത്തിൽ, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിനെന്ന്. അതെ, ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും നമ്മുടെ ആരംഭ ജീവിതത്തിൽ വിശുദ്ധമായ ഒരു ജീവിതമൊക്കെ നയിച്ച് പരിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ആഴത്തിൽ അനുഭവിച്ച് കടന്നുപോയവരാകാം. എന്നാൽ പലപ്പോഴും ജീവിത സാഹചര്യങ്ങളും സുഖസൗകര്യങ്ങളും തടസ്സങ്ങളും വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഒരവസരം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കുവാൻ. ദൈവസ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, എത്രമാത്രം അകന്നുപോയോ എനിക്കാദ്യമുണ്ടായിരുന്ന ആ ഒരു സ്നേഹം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് ദൈവത്തെ തേടാനുള്ള ഒരവസരമാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. നമ്മൾ അതിനു വേണ്ടി തയ്യാറാകുക. എവിടെയാണ് എൻ്റെ ബന്ധം അകന്നുപോയത്? ഒരിക്കൽ ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് വേണ്ടി പോയ അവസരത്തിൽ ഈശോയും മാതാവും യേശുപിതാവും ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. തിരുനാൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ യേശുപിതാവ് കരുതി പരിശുദ്ധി അമ്മയുടെ കൂടെ ഈശോ ഉണ്ടാകുമായിരിക്കുമെന്ന്. എന്നാൽ മാതാവ് കരുതി യേശുപിതാവിൻ്റെ കൂടെ ഈശോ ഉണ്ടാകുമെന്ന്. രണ്ടുപേരും പരസ്പരം 2 വഴിക്കാണ് യാത്ര ചെയ്തത്. അവസാനം രണ്ടുപേരും ഒന്നിച്ചെത്തിയപ്പോൾ രണ്ടുപേരുടെയും കൂടെ ഈശോ ഇല്ല. ഈശോ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുപിതാവും മാതാവും തിരിച്ച് വീണ്ടും പുറകോട്ട് നടന്നു, ജെറുസലേമിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതാ ദേവാലയത്തിൽ വേദസാക്ഷികളുമായിട്ട് വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെയാണ് കണ്ടുമുട്ടുന്നത്. അവിടുന്ന് അവരുടെ കൂടെ ഉണ്ണീശോയെ കൂട്ടിക്കൊണ്ട് തിരിച്ചു പോവുകയാണ്. ഇതുപോലെ യേശുപിതാവും മാതാവും ചെയ്തതുപോലെ എവിടെ വെച്ചാണോ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ണീശോ നഷ്ടപ്പെട്ടു പോയത് അവിടേക്ക് അവർ തിരിച്ചു പോകാൻ തയ്യാറായി. അവിടെ ചെന്ന് അവർ അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് ഈശോയെ കണ്ടെത്താൻ സാധിച്ചത്. ഇതുപോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഈശോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എപ്പോഴാണോ എവിടെ വെച്ചാണോ നഷ്ടപ്പെട്ടത് അതിൻ്റെ കാരണം കണ്ടെത്തി നമ്മൾ അവിടേക്ക് തിരിച്ചു ചെന്ന് അവിടെ ചെന്ന് അത് ഉപേക്ഷിച്ച് വീണ്ടും പുതിയൊരു ജീവിതം, ഒരു കണ്ടെത്തൽ, ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുക്കാനുള്ള ഒരു വേദിയാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സഹോദരങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ 2 ബന്ധങ്ങളിലും എവിടെയെങ്കിലും വിള്ളൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്താനുള്ള ഒരു സമയമായി ഈ ക്രിസ്മസ് കാലഘട്ടത്തെ നമുക്ക് സ്വീകരിക്കാം. ഒരിക്കൽ ലൂയിസ് രാജാവിൻ്റെ അമ്മ ഫ്രാങ്കോ ലൂയിസ് രാജാവിനോട് പറയുന്നുണ്ട്, മോനെ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. പക്ഷേ നീ ഒരു ചെറിയ പാപം പോലും ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കത്തില്ല. നീ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നീ എൻ്റെ മുമ്പിൽ മരിച്ചു കിടക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഒരമ്മയുടെ സ്നേഹം.
അതെ, ഇതുപോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോടുള്ളത്. നമ്മളാരും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ, പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരിക. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതും. അമേരിക്കയിൽ ഒരു വലിയ ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് ട്രെയിൻ പോകുന്ന സമയത്ത് ഈ ബ്രിഡ്ജിൻ്റെ 2 പാലങ്ങളും ഒന്നിച്ച് ഘടിപ്പിക്കും. ആ പാലം ട്രെയിൻ പോയി കഴിയുമ്പോൾ 2 വശത്തിലേക്ക് മാറ്റിവെക്കും. അങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വ്യക്തി ട്രെയിൻ വരുന്ന സമയമായപ്പോൾ അത് ട്രെയിനിൻ്റെ പാലങ്ങൾ 2ഉം ഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഇതാ റെഡ് സിഗ്നലാണ് കാണിക്കുന്നത്. ഈ റെഡ് സിഗ്നൽ വന്നാൽ നമുക്കറിയാം ട്രെയിനിൻ്റെ പാലത്തിനെന്തോ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്, ട്രെയിനിൻ്റെ പാലം ഓക്കെ അല്ല എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം വേഗം ആ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടി പാലത്തിൻ്റെ എല്ലാ ഭാഗത്തു കൂടി സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ആ സമയത്താണ് കാണുന്നത് പാലം 2ഉം ഘടിപ്പിക്കുന്ന ഭാഗം ഒന്നിച്ച് ചേർന്നിട്ടില്ല, ഒരല്പം വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഈ പാലത്തിൽ കൂടി ട്രെയിൻ യാത്ര ചെയ്തു പോവുകയാണെങ്കിൽ ആ ട്രെയിനിനുള്ളിൽ ഒരു 7000 മനുഷ്യരിപ്പുണ്ട്. അവർക്കെല്ലാവർക്കും അപകടം സംഭവിക്കും, ട്രെയിൻ അപകടത്തിൽപ്പെടും. ഇത് മനസ്സിലാക്കിയ ആ മനുഷ്യന് ഇത് വേണ്ട രീതിയിൽ അതിനെ നന്നാക്കുവാനായിട്ടുള്ള സമയവും സാഹചര്യവും ഒന്നുമില്ല. ട്രെയിൻ ഇതാ തൊട്ടടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കമ്പി വടിയെടുത്ത് അദ്ദേഹം ആ വിള്ളലുകൾ 2ഉം കൂടി ഒന്നിച്ച് ഘടിപ്പിച്ച് അത് വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ സർവ്വശക്തിയെടുത്ത് ഈ കമ്പിയിൽ നിന്ന് കൈവിട്ടിട്ടുണ്ടെങ്കിൽ വിള്ളൽ സംഭവിക്കും, പാലത്തിന് അപകടം സംഭവിക്കും. അദ്ദേഹം ഈ കൈ വലിച്ചു പിടിച്ച് ട്രെയിന് കടന്നു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി അപകടം ഒഴിവാക്കി ആശ്വാസത്തോടുകൂടി ഈ കമ്പിയെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ട്രെയിൻ ഒരു വശത്ത് നിന്ന് വരുന്നു, മറുവശത്ത് നിന്ന് തൻ്റെ ഒരേയൊരു മോൻ, ഒരു 5 വയസ്സ് പ്രായമുള്ള ആ മകൻ ഇതൊന്നും അറിയാതെ ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വരികയാണ്. അദ്ദേഹം താമസിക്കുന്ന ബിൽഡിങ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം കൊച്ച് ട്രെയിൻ വരുന്ന അപകടമോ സംഭവമോ ഒന്നും അറിയത്തില്ല. ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് മകൻ ഒരു വശത്തു കൂടി വരുന്നു, അപ്രവശത്തു കൂടി ഇതാ ട്രെയിൻ വരുന്നു. ഇദ്ദേഹം ഒറ്റ നിമിഷം കൊണ്ട് ഈ കമ്പിയിൽ നിന്ന് കൈവിട്ടിട്ട് മോനെ രക്ഷിക്കുവാൻ വേണ്ടി ഓടുമ്പോഴാണ് മനസ്സിലാകുന്നത് ട്രെയിൻ തൊട്ടടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. താൻ കമ്പി വിട്ടിട്ട് കൊച്ചിനെ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ട്രെയിനിലുള്ള 70,000 അല്ലെങ്കിൽ 7,000 എത്രയോ പേരുണ്ടോ അത്രയും പേര് മരിക്കുമെന്നുള്ളത് ഇദ്ദേഹത്തിന് ഉറപ്പാണ്. അദ്ദേഹം ഒരു നിമിഷം പകച്ചു നിന്നു. താൻ എന്തു ചെയ്യണം? തൻ്റെ ഏകജാതനായ തൻ്റെ പ്രിയപ്പെട്ട മകനെ രക്ഷിക്കണമോ അതോ ഈ ട്രെയിനിലുള്ള മനുഷ്യരെ എല്ലാവരെയും രക്ഷിക്കണമോ? അദ്ദേഹം ഉടൻ തന്നെ ഒരു തീരുമാനമെടുത്തു. ഓടിച്ചെന്ന് തൻ്റെ കൈ വിടിവിച്ച ആ കമ്പിയെടുത്ത് ഈ ട്രെയിനിൻ്റെ 2 പാലങ്ങളും ഒന്നിച്ച് ഘടിപ്പിച്ച് വലിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ ട്രെയിൻ തൊട്ടടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൻ, തനിക്ക് ഒരേയൊരു മോനേയുള്ളൂ, ആ 5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ് തൻ്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ആ ട്രെയിനിൻ്റെ അടിയിൽപ്പെട്ട് മരിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ണുനീരോടുകൂടി നോക്കി നിന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് പാപികളായ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമുക്ക് മാനസാന്തരമുണ്ടാകുവാൻ വേണ്ടി ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തിയ പറുദീസ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായി നൽകുവാൻ വേണ്ടി ദൈവമെടുത്ത ഒരു തീരുമാനമാണ് തൻ്റെ പ്രിയപ്പെട്ട മകനെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്നത്. ആ യേശുവിനെ സ്വീകരിക്കുവാനായി, ആ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായി എത്ര പേർക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്?
എന്നാൽ യേശുവിൻ്റെ സ്നേഹം ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനേക്കാൾ ഉപരിയായി തൻ്റെ ശരീരവും രക്തവും മാംസവും നമുക്ക് ഓരോരുത്തർക്കും സ്വയം ദാനമായി കുരിശിൽ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വിളമ്പി നൽകിക്കൊണ്ട് ഒരു വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ അപ്പമായി തൻ്റെ ശരീരമായി രക്തമായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് വെറുമൊരപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുവാൻ മാത്രം ശൂന്യവൽക്കരണം നടത്തിയ യേശുവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അതേ സ്നേഹം യേശു നമ്മുടെ മേലും അവിടുന്ന് ചൊരിയുകയാണ്. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളൊക്കെ ആ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളൊക്കെ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ചിലരൊക്കെ 25 ദിവസം നോയമ്പൊക്കെ നോക്കി ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിച്ച് മദ്യത്തെയും സിനിമയും അങ്ങനെയുള്ള പല ദുശീലങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് വേണ്ട എന്ന് വെച്ച് നല്ല ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങി 25 ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് പാതിരാ കുർബാനയും കഴിഞ്ഞ് ഈശോയെ സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴേ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് എന്താണ്? ഉപേക്ഷിച്ച് കളഞ്ഞ മാറ്റിവെച്ച പല ദുശീലങ്ങളും നമ്മൾ ആരംഭിക്കുന്നത് ആ ക്രിസ്മസ് ദിവസമാണ്. വേണ്ട എന്ന് വെച്ച് പലതിനെയും നമ്മൾ ആരംഭിക്കുവാൻ തുടങ്ങും. ഇങ്ങനെയൊരു ക്രിസ്മസ് ആഘോഷിച്ചിട്ട് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമുക്ക് എന്ത് നന്മയാണ്, എന്ത് അനുഗ്രഹമാണ് ലഭിക്കുവാനിരിക്കുന്നത്? ഇതാണോ ക്രിസ്മസ്? ഓരോ വർഷത്തെയും നമ്മുടെ ക്രിസ്മസ് ആചരണങ്ങൾ, ഓരോ വർഷത്തെയും നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇങ്ങനെയല്ലേ നമ്മൾ നടത്തുന്നത്? എന്നാൽ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ വേണ്ട എന്ന് വെച്ചതിനെയും നമ്മൾ ഉപേക്ഷിച്ചതിനെയും പരിപൂർണമായിട്ട് ഒരു ഉപേക്ഷ സ്വീകരിച്ചുകൊണ്ട് പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും ഓടി അകലുവാനുള്ള ഒരു ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ഉണ്ണീശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പിറക്കുവാനായി, ആ ഉണ്ണീശോയെ സ്വീകരിക്കുവാനായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ണിയെ നമ്മുടെ കരങ്ങളിലെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മുടെ കരങ്ങളിലെടുക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഉണ്ണീശോയ്ക്ക് കടന്നു വരുവാനായിട്ട് ഒരവസരം നമുക്ക് കൊടുക്കാം. യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് ആചരിക്കേണ്ടതെന്ന് ഒരു കൊച്ചുകുട്ടി നമ്മളെ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ക്രിസ്മസിന് നമ്മളൊക്കെ ഒരുങ്ങുമ്പോൾ പുതിയ വസ്ത്രങ്ങളും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കും, സമ്മാനങ്ങളൊക്കെ കൈമാറുന്ന അവസരങ്ങളാണ്. അങ്ങനെ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടി ഒന്നിച്ച് പപ്പയും മമ്മിയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചും കൂടി ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും കൈ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് അവർ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കാറിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ 5ാം ക്ലാസ്സുകാരന് ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചു. അതായത് തൻ്റെ 2 കാലിലും ചെരുപ്പില്ലാതെ പൊരിഞ്ഞ വെയിലത്ത്, ആ വെയിലിൻ്റെ ചൂട്, ടാറിട്ട റോഡിൽ കൂടി ചെരുപ്പില്ലാതെ നടക്കുമ്പോഴുണ്ടാകുന്ന വേദന, കാലിൻ്റെ ചൂട് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ചൂടെല്ലാം അനുഭവിച്ചുകൊണ്ട് ഒരു യാചകനായ ഒരു പ്രായം ചെന്ന അപ്പച്ചന് ഈ ഭിക്ഷ യാചിച്ചുകൊണ്ട് നടക്കുന്നത് ഈ കുഞ്ഞിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കുഞ്ഞിന് ഒത്തിരി സങ്കടം തോന്നി. കുഞ്ഞൊന്നും മിണ്ടിയില്ല. കാറിലിരുന്നു കൊണ്ട് അവന് ഒരു തീരുമാനമെടുത്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ അപ്പച്ചനോട് പറഞ്ഞു, ഡാഡി, എനിക്ക് ഒരു ഷൂ മേടിക്കാനായിട്ട് മറന്നുപോയി. എനിക്ക് നല്ലൊരു ഷൂ മേടിക്കണമായിരുന്നു. ഡാഡി, എനിക്ക് അല്പം പൈസ തരാവോ? ഞാനിന്ന് സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചു കൊള്ളാം. അപ്പം ഡാഡി ഓർത്തു, ആ ശരി, എന്നാൽ പിന്നെ നീ തന്നെ മേടിച്ചിട്ട് പോരേ എന്നും പറഞ്ഞ് പൈസ കൊടുത്ത് ഈ കുഞ്ഞിനെ യാത്രയാക്കുകയാണ്. കുഞ്ഞ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കടയിൽ കയറി നല്ലൊരു ഷൂ വാങ്ങിച്ചു. എന്നിട്ട് ആ ഷൂ അവൻ കാറിൽ തന്നെ വെച്ച് പിറ്റേ ദിവസം പപ്പയുടെ കൂടെ ടൗണിലേക്ക് ഒരിക്കൽ കൂടി എന്തോ ആവശ്യത്തിന് വേണ്ടി ഷോപ്പിങ്ങിന് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവൻ കണ്ട ആ പാവപ്പെട്ട മനുഷ്യനെ ഇവൻ വീണ്ടും കാണാനിടയായി. അദ്ദേഹം ഇരിക്കുന്ന ആ സ്ഥലത്ത് ചെന്ന് കാറ് നിർത്താനായിട്ട് ഡാഡിയോട് പറഞ്ഞു.
ഇവൻ എന്തിനാണ് കാറ് നിർത്തിയത് എന്ന് മനസ്സിലാകാതെ അവൻ്റെ ഡാഡി കാറിൽ തന്നെ ഇരുന്ന് ഇവനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവൻ കാറിൽ നിന്ന് ഡോറ് തുറന്ന് പുറത്തിറങ്ങി. ഇവൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഷൂവ്, അത് ഷൂവല്ലായിരുന്നു, ആ അപ്പച്ചന് ആവശ്യമുള്ള, അദ്ദേഹത്തിന് ചേരുന്ന ഒരു നല്ലൊരു ചെരുപ്പാണ് അവൻ മേടിച്ചത്. ആ ചെരുപ്പ് രണ്ടും ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കാലിൽ ഈ മകൻ അണിയിക്കുകയാണ്. ഇത് കണ്ട് കാറിനകത്തിരിക്കുന്ന അപ്പച്ചൻ പുറത്തിറങ്ങി ഇവനെ ശ്രദ്ധിച്ചുകൊണ്ട് കാറിൽ ചാരി നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ ചെരുപ്പൊക്കെ കൊടുത്ത് ആ അപ്പച്ചന് ഒരു ചുംബനമൊക്കെ കൊടുത്ത് തിരിച്ചു വരുന്നത് കണ്ട് അപ്പച്ചനിങ്ങനെ നിൽക്കുന്ന, കയ്യും കെട്ടി ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കുന്ന കണ്ടപ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ ഇടുപ്പ് കൂടി. പപ്പ എന്നെ തല്ലുമായിരിക്കും, വഴക്ക് പറയുമായിരിക്കും എന്ന് കരുതി പേടിച്ച് ഓടിച്ചെന്ന് ഈ കുഞ്ഞ് പപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഡാഡി ഡാഡി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ആ മനുഷ്യന് കാലിൽ ചെരുപ്പില്ലാതെ നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വേദനിച്ചു ഡാഡി, എന്നോട് ക്ഷമിക്കണം ഡാഡി, തെറ്റുപറ്റിയെങ്കിൽ. അപ്പോൾ ആ ഡാഡി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇതാണ് നീ ചെയ്തതാണ് ശരി. ഡാഡിയുടെ മനസ്സിനെ പോലും ഡാഡിയുടെ കണ്ണുകളെ പോലും നിറച്ചുകൊണ്ട് നീ എടുത്ത ഈ തീരുമാനം എനിക്ക് പോലും തോന്നിയിട്ടില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ മനുഷ്യൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഭിക്ഷ യാചിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കുവാൻ ഞാൻ മനസ്സ് കാണിച്ചില്ല. നീ ഡാഡിയെ പോലും തോൽപ്പിച്ചു കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഡാഡി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പിഞ്ചുകുഞ്ഞിനെ പോലെ നമുക്ക് ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, ഈശോ പിറന്നത് ഒരു കൊട്ടാരത്തിലോ ഏതെങ്കിലും ഒരു കുടിലിലോ ഒന്നുമല്ല. ഒരു കുടിലിൽ ഈശോ പിറന്നിരുന്നുവെങ്കിൽ ആ കുടിലിലേക്ക് കയറിപ്പോയി ഈശോയെ കാണാനോ ആരാധിക്കുവാനോ ധനവാന്മാരാരും രാജാക്കന്മാരോ ഒന്നും പോകത്തില്ല. എന്നാൽ ഒരു കൊട്ടാരത്തിൽ ഈശോ ജനിച്ചിരുന്നെങ്കിൽ പാവപ്പെട്ടവർക്ക് ആർക്കും അവിടേക്ക് പ്രവേശനമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശോ പുൽക്കൂട്ടിൽ മൃഗങ്ങൾക്കിടയിൽ പിറന്നു വീണത്. അവിടേക്ക് ആർക്കും പ്രവേശിക്കാം. ധനവാനും ദരിദ്രനും ആർക്കും കടന്നു ചെല്ലുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയാണ് ഉണ്ണീശോ ആ പുൽക്കൂട്ടിലേക്ക് ജാതനായത്. മനുഷ്യൻ കൊടുക്കേണ്ട പല മനുഷ്യരുടെയും സത്രക്കാരുടെയും മുമ്പിൽ ചെന്ന് തനിക്ക് പിറക്കുവാനായിട്ട്, തൻ്റെ കുഞ്ഞിന് പിറക്കുവാനായിട്ട് ഒരിടം ചോദിച്ച് യേശുപിതാവ് കെഞ്ചി നടന്നപ്പോൾ സത്രസൂക്ഷിപ്പുകാരും ഇടം കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, സത്രസൂക്ഷിപ്പുകാർക്ക് സത്രത്തിൽ ഇടമില്ലാഞ്ഞിട്ടല്ല, അവരുടെ ഹൃദയത്തിൽ ഇടമില്ലായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ഒരിടമുണ്ടായിരുന്നെങ്കിൽ അവർ യേശുവിനെ പിറക്കാനായിട്ട് ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്, നമുക്കറിയാം, നമ്മുടെ ഒരു VIP ആയിട്ടുള്ള ഒരാൾ ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് വരുവാണെന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുന്ന സ്ഥലം പോലും നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ അവരെ കിടക്കാൻ, നമ്മുടെ റൂം കൊടുക്കാനൊക്കെ നമ്മൾ തയ്യാറാകും. എന്നാൽ ഇതൊരു പാവപ്പെട്ട ഒരു അപ്പാപ്പനും അമ്മാമ്മയും ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി ഇങ്ങനെ കഴുതപ്പുറത്ത് ഗർഭിണിയായ ഒരു സ്ത്രീയെയും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അവർക്കാർക്കും മനസ്സലിവ് തോന്നിയില്ല. അവർ സ്ഥലമില്ല എന്നും പറഞ്ഞ് അവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതാ, മനുഷ്യൻ ഉപേക്ഷിച്ച സ്ഥലത്ത് മൃഗങ്ങൾ അവരെ വെൽക്കം ചെയ്തു. മനുഷ്യർ ഉപേക്ഷിച്ച സ്ഥലങ്ങൾ മൃഗങ്ങൾ വെൽക്കം ചെയ്തുകൊണ്ട് ഉണ്ണീശോയ്ക്ക് പിറക്കാനുള്ള സൗകര്യങ്ങൾ അവരെ ഒരുക്കി കൊടുത്തു. ഇതാണ് ഭൂമിയിലെ ക്രിസ്തുവിൻ്റെ രാജാധിരാജനായ യേശുവിന് ജന്മം ലഭിച്ച സ്ഥലം. അവിടേക്ക് ആർക്കും സ്വാഗതമാണ്. ആർക്കും അവിടേക്ക് കയറി ചെല്ലാം. എല്ലാവർക്കും ഈശോയെ വണങ്ങാം, ആരാധിക്കാം. ആരും അവിടെ ഒരു തടസ്സമില്ല. ഇതുപോലെ നമ്മുടെ ഹൃദയങ്ങളെയും നമുക്കൊരുക്കാം. ഏതെങ്കിലും തരത്തിൽ ഉണ്ണീശോയെ സ്വീകരിക്കാൻ, ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി വിശുദ്ധ കുമ്പസാരത്തിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ അതൊക്കെ ഒഴിവാക്കി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി നമുക്ക് നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ, ഒരു പുതിയൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ, ഇത്രയും വർഷം ആഘോഷിച്ചതുപോലെ അല്ലാതെ പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി നമുക്ക് നല്ലൊരു ക്രിസ്മസ് സന്ദേശം എല്ലാവർക്കും കൊടുക്കാൻ
ഒരു വെള്ളി നക്ഷത്രമായി യേശുവിൻ്റെ സന്ദേശം കൊടുക്കുന്ന വ്യക്തികളായി തീരുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അതിനുവേണ്ടി അമ്മേ മാതാവേ, നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ, ഇത്രയും വർഷം ഞങ്ങൾ ആഘോഷിച്ചതുപോലെ അല്ലാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ണിക്ക് പിറക്കുവാൻ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ, കുടുംബജീവിതത്തെ, സമൂഹ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.